നമസ്തേ. ഓരോ ഗ്രഹങ്ങൾക്കും അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള രത്നങ്ങളുണ്ട്. കൃത്യമായ രത്നധാരണം വ്യക്തികൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉണർവ് പകരും. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. വെൽക്കം ടു രത്നശാസ്ത്ര. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ചർച്ച ചെയ്യാറുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ രത്നങ്ങൾ എങ്ങനെയാണ് അനുയോജ്യമാകുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ രത്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രത്നശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യം യെല്ലോ സഫയറിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ച്, മാർക്കറ്റിൽ കാണുന്ന ട്രീറ്റഡ് ആയിട്ടുള്ള യെല്ലോ സഫയറുകളെ കുറിച്ചൊക്കെ നമ്മൾ പങ്കുവച്ചു. അത് എനിക്ക് തോന്നുന്നു ധാരാളം പ്രേക്ഷകർ നമ്മുടെ അടുത്ത് പറഞ്ഞു അത് അവർക്ക് വളരെ ഉപകാരപ്രദമായി. കാരണം അവർ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് രത്നം വാങ്ങാൻ പോകുമ്പം അവർ നേരിടുന്ന കാര്യങ്ങൾ ഞങ്ങളെ വളരെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിപ്പോൾ പലരും നമുക്ക് ശ്രീലങ്കൻ യെല്ലോ സഫയർ തപ്പി വരുന്നുണ്ടല്ലോ. അതെ, മറ്റേത് അങ്ങനെയല്ലായിരുന്നു. യെല്ലോ സഫയർ എന്ന് പറയുമ്പം യെല്ലോ സഫയർ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഒരു അറിവ് കുറവായിരുന്നു. കാരണം ഇതിൻ്റെ എല്ലാ മൈനുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും ഓരോ ഫ്രൂട്ട്സ്, ചില സ്ഥലങ്ങളിൽ ചില ഫ്രൂട്ട്സുകൾ വളരെ നമുക്ക് ആപ്പിൾ അങ്ങനെയുള്ള സംഗതികളെന്ന് പറഞ്ഞ പോലെ ആ മണ്ണിൻ്റെ ഒരു പ്രകൃതി അനുസരിച്ചിട്ട്, ഭൂമിയുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് രത്നങ്ങൾ, അവിടുത്തെ മിനറൽസ്, ഈ രത്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മിനറൽസിൻ്റെ റിച്ച്നെസ് ആണ് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഇപ്പോൾ സഫയർ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ മെയിൻ കാണും, പല രാജ്യങ്ങളിലും ഉണ്ടാവുമെങ്കിലും ഈ ശ്രീലങ്കൻ യെല്ലോ സഫയറുകൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുന്ന് വരുന്നതിനുണ്ട്. നമ്മൾ ഇതിങ്ങനെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മളിത് പങ്കുവയ്ക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പുതിയ പ്രേക്ഷകർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. കാരണം അങ്ങനെയാണ് ആ ഒരു പ്രേക്ഷകരുടെ ഒരു അഭിപ്രായങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ. യെല്ലോ സഫയർ എന്ന് വരുമ്പോൾ മഞ്ഞ കളർ കുറവാണല്ലോ എന്ന് ആൾക്കാർ പറയുന്നത്. അപ്പോൾ മഞ്ഞ വരുന്നത്, കണ്ടമാനം മഞ്ഞ കളറുള്ളത് ബെർലിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇട്ടത് കളർ എൻഹാൻസ് ചെയ്ത് വരുന്നത്. അപ്പം നല്ല കളറായിരിക്കും. നാച്ചുറൽ കല്ലുകൾക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഫിനിഷിങ്ങേ കാണത്തുള്ളൂ. ഇപ്പം റഫ് നമ്മൾ ലേസർ പോളിഷിങ്ങും കട്ടിങ്ങും, ലേസർ കട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വലിയ പോളിഷിങ്ങൊന്നും ഇല്ലാത്ത കല്ലുകളുണ്ട് സഫയറിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞാലും വലിയ ലെസ്റ്റർ തിളക്കം കാണത്തില്ല. പക്ഷേ അതിനകത്തുള്ള മിനറൽ കണ്ടൻസിൻ്റെ റിച്ച്നെസ് വളരെ കൂടുതലായിരിക്കും. കാണുമ്പോഴുള്ള ഒരു ഭംഗി കുറവുണ്ടെങ്കിലും പക്ഷെ ആ രത്നങ്ങൾ വളരെ നല്ലതായി. അപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല, എടുത്ത വഴിക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അത് നാച്ചുറൽ നമ്മളെ കല്ലുകൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഭൂമിയിലുണ്ടാകുന്ന മറ്റു കല്ലുകൾ, മാർബിള്, അതുപോലെ തന്നെ ഗ്രാനൈറ്റുകൾ, പാറക്കല്ലുകൾ, ഇതെല്ലാം നാച്ചുറലായിട്ട് വരുന്നത് നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ രത്നശാസ്ത്രയിൽ ചർച്ച ചെയ്ത് പോന്നിരുന്ന മറ്റൊരു കാര്യമുണ്ട്. രത്നങ്ങൾ നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ഇങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഹൗസസിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചൊരു കാര്യമായിരുന്നു ധനു ലഗ്നത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും. രാശിയും ലഗ്നവും രണ്ടാണ്. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി, സ്റ്റാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ രാശികൾ നിശ്ചയിക്കുന്നത്. ലഗ്നം എന്ന് പറയുന്നത് ബർത്ത് ടൈം അനുസരിച്ചിട്ടാണ്. രണ്ടാണ്. നമുക്ക് ധനു രാശിയും ധനു ലഗ്നവും വരുന്ന ആൾക്കാരുണ്ട്. ധനു ഒരു ഡിവൈൻ പ്ലാനറ്റാണ്. നമ്മുടെ സോഡിയാക് സൈനിൽ നിന്ന് ഏറീസ് മുതൽ മേടം മുതൽ നോക്കിയാൽ 9ാമത്തെ സൈന് ആണ് ധനു. അപ്പോൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ഡിവൈൻ പ്ലാനറ്റാണ്, ഒരു ദേവഗുരുവാണ് വ്യാഴം, ബൃഹസ്പതി. അത്ര ഒരാളുടെ ഒരു ഡിവിനിറ്റി, അല്ലെങ്കിൽ അയാളുടെ ഒരു ബർത്തിലേ ഉള്ള ഒരു ദൈവാധീനം, ബ്ലെസ്സിങ്സ് എല്ലാം അളക്കണമെങ്കിൽ നമ്മൾ ആ വ്യാഴത്തെ മാത്രം നോക്കിയാൽ മതി. അതായത് ഒരു വ്യക്തിയിലുള്ള ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ അത് അറിയണമെങ്കിൽ നമ്മൾ ഈ ദൈവാനുഗ്രഹമുള്ള ഒരാളാണോ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് മനസ്സിലാകും. നമുക്ക്
അപ്പോൾ അതാണ് വ്യാഴത്തിൻ്റെ. ഇപ്പോൾ വലിയ ദേവപ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലോ, ക്ഷേത്രത്തിലൊക്കെയുള്ള ദേവപ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വ്യാഴം നല്ലതാണോ എന്ന് ആദ്യം നോക്കുന്നത്. വ്യാഴം പറഞ്ഞാൽ ആ ദേവപ്രശ്നം അവിടെ വെച്ച് ക്ലോസ് ചെയ്തു, വീണ്ടും അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും രണ്ടാമത് പ്രശ്നം വെക്കുന്നത്. അപ്പോൾ വ്യാഴത്തിന് അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് തന്നെ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ രാശിയാണല്ലേ? ആ, വ്യാഴത്തിൻ്റെ ധനുവും മീനവും വ്യാഴത്തിൻ്റെ ഹൗസസ് ആണ്. അത് കർക്കിടകം അതിൻ്റെ എക്സോൾട്ടഡ് രാശി, അതായത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന രാശിയാണ് കർക്കിടകം. എല്ലാ ഗ്രഹങ്ങൾക്കും അതുണ്ട്. ഓൺ ക്ഷേത്രങ്ങളുണ്ട്, എക്സോൾട്ടഡ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ട്, ഡെബിലിറ്റേഷൻ സംഭവിക്കുന്ന, അതായത് നീചപ്പെടുന്ന അവസ്ഥ. ആ ഗ്രഹത്തിനൊരു മൈനസ് പവറിൽ വന്ന് നിൽക്കുന്നത് ആണ് നീചാവസ്ഥ എന്ന് പറയുന്നത്. അതും എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട്. അപ്പം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ധനു, മീനം, കർക്കിടകം ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഓൺ ഹൗസസ് ആണ്. എക്സോൾട്ടഡ് ഹൗസാണ് കർക്കിടകം. മകരത്തിലത് നീചപ്പെട്ടു പോകും. അപ്പോൾ ഈ ധനു രാശിയെ കൺട്രോൾ ചെയ്യുന്നത് ഈ വ്യാഴം കൊണ്ടെങ്കിൽ നന്നായാൽ എല്ലാം നന്നായി എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തെ നല്ല എക്സോൾട്ടഡായിട്ട് കേൾക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു ബൈ ബർത്തിൽ ആ വ്യാഴം വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ലഗ്നാധിപൻ ആയിട്ട് നിൽക്കുന്ന വ്യാഴം മീനത്തിൽ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഹൗസസ് പ്ലേസ്മെൻറ്റ് വന്നാൽ ആൾക്കൊരു ഈശ്വരാധീനമുണ്ട്. എന്തെല്ലാം പ്രോബ്ലംസ് ഓരോ ദശാകാലങ്ങളനുസരിച്ചിട്ട്, ഇപ്പം ദശാകാലങ്ങളനുസരിച്ച് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് എല്ലാ ക്രൈസിസിൽ നിന്നും സ്ലോലി ആൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. കാരണം ഈ ഗ്രഹങ്ങൾ ഓരോ പീരീഡും ടേക്ക് ഓവർ ചെയ്യും. അതിനൊക്കെ ഓരോ വർഷങ്ങളുണ്ട് ഓരോ പീരീഡിന്. ഇപ്പോൾ വ്യാഴത്തിന് 16 years പീരീഡാണ്. രാഹുർദശ കഴിഞ്ഞ് 16 വർഷം വ്യാഴദശയാണ്. അപ്പോൾ ആ ദശാകാലം ഈ ധനു രാശിയും ധനു ലഗ്നമൊക്കെ ഉള്ളവർക്ക് വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവരുടെ അനുഭവങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 19 വർഷം ശനിയുടെ പീരീഡാണ് വരുന്നത്. അപ്പോൾ ശനി വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നീചത്തിൽ നിൽക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആകുമ്പോൾ ശനിയുടെ പീരീഡ് വളരെ സ്ട്രഗിളിങ് ആയിരിക്കും. പക്ഷെ ആ സമയവും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വ്യാഴം അനുകൂലമാണ്. അതാണ് അതിൻ്റെ അവിടെ നമുക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു ധനുരാശിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ധനുരാശിനെ കുറിച്ചാണ്. ഇപ്പം ഈ ധനുരാശി ആ ഒരു ലഗ്നക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു രാശിക്കാരുടെ ജനറൽ ആയിട്ടുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ നമുക്ക് ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? അതിൻ്റെ ഒരു സിമ്പൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തായിരിക്കും? ധനുരാശി എന്ന് പറയുമ്പം പകുതി മനുഷ്യനും പകുതി കുതിരയുമാണ് അതിൻ്റെ സിമ്പൽ വരുന്നത്. എൻ്റെ ബാക്ക് വശം അതായത് ഹാഫ് പോർഷനിൽ ഫ്രണ്ട് വശം ഒരു പുരുഷൻ, അമ്പ്, ധനുസ്, അതായത് ഒരു വില്ല് കുലയ്ക്കുന്ന, ഫോക്കസ് ചെയ്ത് ഉന്നം പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഹോഴ്സുമാണ്. അപ്പം ഭയങ്കര വിഷനുള്ള ആൾക്കാരായിരിക്കും. ഇവർക്കൊരു ലക്ഷ്യബോധം കാണും. എല്ലാ കാര്യത്തിനകത്തും ഒരു ലക്ഷ്യബോധത്തോടു കൂടി സത്യസന്ധമായിട്ട് പെരുമാറുകയും ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം വരെ ശ്രമിക്കുക. കാരണം ബില്ലുമായിട്ട് നിൽക്കുക. അപ്പം ആ ക്യാരക്ടർ ആ രാശിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതായത് അവർക്ക് ജീവിതത്തിലൊരു ലക്ഷ്യബോധം ഉണ്ടാവും. ഒരു ജീവിതത്തിൽ ഒരു ടാർഗറ്റ് ഒക്കെ ഉണ്ടാവും. ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യും. ഫൈറ്റാണല്ലോ സിമ്പിൾ തന്നെ. ആ ഹോഴ്സിൻ്റെ ഒരു എനർജിയും കൂടെ പവറുണ്ട്. ഫോക്കസിങ് ആണ്. ഓരോ സിമ്പിൾസും ആ ഒരു ഹൗസിൻ്റെ ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഉന്നം പിടിച്ച് നിൽക്കുക, അമ്പയ്യാനായിട്ട് വില്ല് കുലച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സിമ്പിളാണ്. അതാണ് ലക്ഷ്യബോധമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതകൾ ഈ ധനുരാശിക്കാർക്കും അല്ലെങ്കിൽ ലഗ്നക്കാർക്കും ഉണ്ടാവും. ജനറലി ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള ഇതൊരു ഡിവൈൻ പ്ലാനറ്റിൻ്റെ ഹൗസാണ്.
പക്ഷെ ബാക്കി പല ഗ്രഹങ്ങളും പുള്ളിക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ പുള്ളി ശരിക്കും ആ വ്യാഴത്തെ ഡെവലപ്പ് ചെയ്ത് വ്യാഴത്തെ എൻഹാൻസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. കാരണം അപ്പോഴേ ബാക്കിയെല്ലാം കവറപ്പ് ആകത്തുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പം നമ്മൾ സാറ് പറഞ്ഞ് ഈ വ്യാഴം എന്ന് പറയുന്ന അല്ലെങ്കിൽ ധനു എന്ന് പറയുന്ന ഒരു ഡിവൈൻ ഒരു ഡിവിനിറ്റി ഉള്ള ഒരു ഇതാന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഈ ധനു രാശിക്കാർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ആ ലഗ്നക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന രത്നങ്ങൾ നമുക്ക് യെല്ലോ സഫയർ നമ്പർ 1 വ്യാഴത്തിൻ്റെ സ്റ്റോൺ എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൊവ്വ, സൂര്യൻ ഇവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈ ധനു ലഗ്നക്കാർക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ രാശി മാത്രം വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ സ്റ്റാർ മാത്രം വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആൾ ധനു രാശിക്കാരനാണ്, ലഗ്നം ഡിഫറൻ്റ് ആണ് എങ്കിൽ നമുക്ക് ആ സ്റ്റോണിലേക്ക് പോകാൻ പറ്റത്തില്ല. ലഗ്നത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലഗ്നം ഫസ്റ്റ് ഹൗസാണ്. ലഗ്നം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, 2 hours വെച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആൾ ജനിച്ചിരിക്കുന്നത് ഏത് ലഗ്നത്തിലാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ധനു ലഗ്നവും ധനുരാശിയും രണ്ടും വന്നൊന്ന്. ലഗ്നത്തിൽ ധനുവിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു, ലഗ്നം തന്നെ ധനു. അപ്പം ലഗ്നാധിപനും ആ കൂറിൻ്റെ ആധിപത്യവും വ്യാഴത്തിന് വന്നു. അപ്പോൾ വ്യാഴത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ആളും ഒരു ബ്ലസ്ഡ് ചാർട്ടുമാണിത്. ഇനി വ്യാഴം 4th ഹൗസിലാണ് പോയി നിൽക്കുന്നത്. ഇപ്പോൾ മീനത്തിൽ പോയി നിന്നാൽ പിന്നൊന്നും പറയണ്ട. കാരണം വെച്ചാൽ ഈ ധനുവിൻ്റെ 4th ഹൗസ്, ധനു, മകരം, കുംഭം, മീനം 4th ഹൗസിൽ എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ തന്നെ ഹൗസായി. അവിടെ വ്യാഴം നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ലഗ്നാധിപനും ഈ കൂറിൻ്റെ അധിപനും പോയി നിൽക്കുന്നത് ഓൺ ഹൗസിൽ പോയി നിന്നാൽ വളരെ ഒരു സവിശേഷതയാണ്. കാരണം ഒന്നാമതായാലും നല്ലൊരു ഫാമിലി മാനാവുക, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛനും അമ്മയൊക്കെ ഉള്ള ആ ഒരു തറവാട് ഒക്കെ കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളായിരിക്കും. ആളെല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യും. വളരെ ഈശ്വരാധീനമുള്ള ഒരാളെന്ന് നമുക്ക് വളരെ സവിശേഷതയുള്ള ഒരു പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ധനു ലഗ്നം, ധനുരാശി, വ്യാഴം പോയി കർക്കടകത്തിൽ പോയി നിൽക്കുന്നു, ഉച്ചത്തിൽ നിൽക്കുന്നു. അതും വളരെ സവിശേഷതയാണ്. ലഗ്നാധിപൻ തന്നെ ഉച്ചത്തിൽ നിൽക്കുന്നു, അതും വ്യാഴത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ വ്യാഴം നിൽക്കുന്ന ഹൗസിൽ നിന്ന് 5, 7, 9 എന്ന് പറയുന്ന ഹൗസിലേക്ക് പുള്ളി നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല ഇപ്പം നമ്മൾ കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികത്തിലേക്ക് നോക്കിയൊക്കെ എന്താ നിൽക്കുന്നത്. അപ്പോൾ വൃശ്ചികത്തിൽ ഏതെങ്കിലും റോങ് പ്ലാനറ്റ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കും. കാരണം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലക്ഷം ദോഷം ഗുരുഹന്തി, അതായത് വ്യാഴത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് അത് നിന്ന് പോകും. പിന്നെ വൃശ്ചികം 5 ആണെങ്കിൽ ധനു 6, 7 മകരത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അവിടുന്ന് മകരം 7, കുംഭം 8, മീനം 9 നോക്കി നിൽക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഹൗസിലോട്ട് തന്നെ നോക്കി വ്യാഴം നിൽക്കുന്നത് അതൊക്കെ വളരെ സവിശേഷമായ പ്ലേസ്മെൻറ്റാണ്. ആ ഒരു പൊസിഷനിലൊക്കെ നമുക്ക് ഈ പറയുന്ന യെല്ലോ സഫയർ ധൈര്യമായിട്ട് കൊടുക്കാം. അത് കുറച്ച് ക്യാരറ്റ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ വളരെ ഡിവിനിറ്റി ഉള്ള പ്ലാനറ്റിൻ്റെ കല്ലുകളായതുകൊണ്ടും സാത്വികമായ ഒരു ഗ്രഹമായതുകൊണ്ടും നമുക്ക് അതിൻ്റെ ആ ചാർട്ട് ചെക്ക് ചെയ്തിട്ട് നല്ല ക്യാരക്ടേഴ്സ് തന്നെ കൊടുക്കാം, ഉപയോഗിക്കാം, മിക്സ് ചെയ്തും ചെയ്യാം. ഇപ്പോൾ യെല്ലോ സഫയർ ഒരു നാച്ചുറലായിട്ടുള്ള യെല്ലോ സഫയറിന് വിലയുള്ള കല്ല, കാരണം അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. ഈ വില കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ സർപ്ലസ് ആയിട്ടൊരു സാധനം മാർക്കറ്റിൽ വന്നാൽ വില കുറയും ഇല്ലേ? അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ മൈനിങ് കുറവായതുകൊണ്ടാണ് ഇതിന് ഒരു സ്കേഴ്സിറ്റി ഉള്ളത്. തന്നെയല്ല നാച്ചുറലായിട്ടുള്ള സംഗതികൾ അതിന് ഷോർട്ടേജുമാണ്. അപ്പോൾ ഇതിന് വിലയുണ്ട്. അപ്പോൾ വില ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 2 carats 3 carats യെല്ലോ സഫയർ, പിന്നെ ബാക്കി നമുക്ക് യെല്ലോ ടോപ്പാസ്, സിട്രിങ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ആ എനർജി നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് യെല്ലോ സഫയറിന് നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളായ ടോപ്പാസ് അതുപോലെ സിട്രിനൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും.
അപ്പം അങ്ങനെ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാ കാലവും ആ സ്റ്റോൺ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ ദശാകാലം മാറി മാറി വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കല്ലിൻ്റെ പുറകെ പോകരുത്. അതൊരു പോയിന്റാണ്. അത് ബർത്ത് ചാർട്ട് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ചാർട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബർത്ത് ചാർട്ടിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല, ഏതെല്ലാം വളരെ നീചത്തിൽ നിൽക്കുന്നു, ഏതാണ് വളരെ ബ്ലെസ്സിങ് ആയിട്ട് ഈ വ്യക്തിയിൽ നിൽക്കുന്നത്. ആ കൂടെ നമ്മൾ ആ ദശാകാലങ്ങൾ ഏതാണ് പോകുന്നതെന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാം ചെക്ക് ചെയ്യണം. ചാർട്ട് ചെയ്യുന്നത് കൂടെ ഇപ്പോൾ ഒരാൾക്ക് വ്യാഴത്തിൻ്റെ കല്ല് സ്റ്റോൺ അനുയോജ്യമാണ്, അയാൾക്ക് വ്യാഴ ദശാകാലം കൂടെ ആണെങ്കിൽ വളരെ സവിശേഷമായി. അതേസമയമൊക്കെ റൂബി മാച്ചിങ് ആണെന്ന് വിചാരിക്കും. അപ്പം അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സൂര്യൻ്റെ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടിലേതാണെന്ന് ചോദിച്ചാൽ യെല്ലോ സഫയറിലേക്ക് പോകും. അവിടെ 2 രത്നങ്ങളും സൂട്ടബിൾ ആണ്. പക്ഷേ കുറച്ചും കൂടെ അവിടെ നമ്മൾ ദശാകാലം ചെക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഒരു ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആ ഒരു ധനുലഗ്നത്തെക്കുറിച്ചും ധനുരാശിനെ കുറിച്ചൊക്കെയാണ്. ഈ ലഗ്നത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സാറ് പറയണേ. എനിക്കൊന്ന് അതുമാത്രം നമ്മൾ നോക്കിയിട്ടും നമ്മൾ രത്നധാരണത്തിലേക്ക് അങ്ങനെ പോകുന്നതും അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അല്ല. അപ്പോൾ നമുക്ക് ലഗ്നത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ലഗ്നം ഫസ്റ്റ് ഹൗസ് മുതലാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് ഹൗസ് നമ്മൾ അറിയണമല്ലോ ഏതാണെന്നുള്ളത്. അതാണ് ടൈം ഓഫ് ബർത്ത് കൊണ്ട് വരുന്നത്. അപ്പം നമ്മുടെ ധനു രാശി എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് ഈ മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ഒരു പോർഷൻ വരെ ധനുക്കാർ രാശിയിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് അവർക്ക് യെല്ലോ സഫയർ മാച്ചിങ് അല്ല. കാരണം ധനു വ്യാഴത്തിൻ്റെ ആണല്ലോ. എന്നാൽ പിന്നെ ഒരു യെല്ലോ സഫയർ ഇടാമെന്ന് വിചാരിക്കരുത്. അത് ഞാനൊന്ന് വിശദീകരിച്ച് തരാം. അതിനൊരു ചാർട്ടുണ്ട് ഇവിടെ. അതിനകത്ത് നമുക്കിതുപോലെ ധനു രാശിയാണ്, രാശി ഒരു മൂലം നക്ഷത്രമാണ്. പക്ഷേ മിഥുന ലഗ്നമാണ്. ലഗ്നം മിഥുനമാണ്. ആ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോണ് യെല്ലോ സഫയർ നമുക്ക് കൊടുക്കാനായിട്ട് നിർവാഹമില്ല. കാരണം ഈ വ്യാഴം ഏതൊക്കെ പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. 7th 10th പൊസിഷനാണ്. അത് 2 പൊസിഷൻസ് എന്ന് പറയുന്നത് ഒരു മാരക സ്ഥാനം. പ്രത്യേകിച്ച് 7th ഹൗസിൽ ഉള്ള ഗ്രഹത്തിൻ്റെ പീരീഡുകൾ ആർക്കും 7ൽ നിൽക്കുന്ന ഗ്രഹം ഏതാണോ അതിൻ്റെ ദശാകാലങ്ങൾ വരുന്നത് എപ്പോഴും ചെറിയൊരു ചലഞ്ചിങ് ആണ്. ഒരു പാർട്ട്ണർ സൈഡ് ആയതുകൊണ്ട് 7th ഹൗസ് ഒരു പാർട്ട്ണർ സൈഡാണ്. പാർട്ട്ണറെ ആദ്യം എഫക്റ്റ് ചെയ്യും ഈ കാലം. അതുകൊണ്ടാണ് 7th ഹൗസിൽ 7ൽ ചൊവ്വയൊക്കെ നിൽക്കുന്ന പീരീഡ് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ പീരീഡ് അതാണ്. പാർട്ട്ണർ സൈഡാണ്. മാരേജിനൊക്കെ 7th ഹൗസിൽ ചൊവ്വ 8th ഹൗസിലൊക്കെ ചൊവ്വ നിൽക്കുന്നത് വളരെ ഒരു റോങ് സൈഡായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിഥുന ലഗ്നമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് വ്യാഴത്തിൻ്റെ സ്റ്റോൺ നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഒട്ടും അനുയോജ്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ധനുരാശി എന്ന് പറഞ്ഞിട്ട് അതാണ് വ്യാഴത്തിൻ്റെ ഉള്ള സഫർ മേടിച്ചിടാമെന്ന് വിചാരിക്കരുത്. തന്നെയല്ല ഇത് ധനു എന്ന് പറയുമ്പം ചന്ദ്രൻ ധനുവിൽ നിൽക്കുക. ചന്ദ്രൻ്റെ 7th ഹൗസിലും കൂടെ വ്യാഴം നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ 7th ഹൗസ് വ്യാഴത്തിൻ്റെയാണ്. ചന്ദ്രൻ്റെ 7th ഹൗസും വ്യാഴം തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതൊരിക്കലും കാരണം ഇദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്റ്റോൺ എന്ന് പറയുന്നത് ബ്ലൂ സഫയറാണ്. കാരണം ഈ ഫസ്റ്റ് ഹൗസ് പോലെ തന്നെ കറങ്ങി വരുമ്പോൾ 9th ഹൗസ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം ഉള്ളത്, ഏറ്റവും ഇപ്പം ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ടേ തന്നെ പകുതി കാര്യങ്ങളും നമുക്ക് മാനേജബിളായിട്ട് സോൾവ് ചെയ്ത് പോകും. എന്തൊക്കെ പ്രശ്നങ്ങൾ പോകലെന്ന് ഭാഗ്യം എന്നെ അനുകൂലിക്കുന്നുണ്ടെന്നുള്ളത് ആൾക്ക് തന്നെ ബോധ്യപ്പെടും. ഏത് പ്രതിസന്ധിയിൽ നിന്നും എന്തോ ഒരു ശക്തി, ഒരു ഭാഗ്യം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയല്ലേ ആൾക്കാർ. ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യാധിപൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ചാർട്ട്. അത് വളരെ ശനിയായതുകൊണ്ടും, കാരണം നമുക്ക് ഈ മിഥുനത്തിൻ്റെ 9th ഹൗസ് എന്ന് പറയുന്നത് കുംഭമാണ്. കുംഭത്ത് ശനി നിൽക്കുന്നു. മകരവും കുംഭവും ശനിയുടെ ഹൗസസാണ്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു ഭാഗ്യാധിപൻ. കറക്റ്റ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭയങ്കര പ്ലസ് പോയിൻ്റാണ്.
നല്ല ഒരു ക്യാരറ്റേജ് ബ്ലൂ സഫയർ ആണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്കി കല്ലുകളൊന്നും നമുക്ക് അത്ര മാച്ചിങ് അല്ല, ബാക്കി കല്ലുകളൊന്നും ഒത്തിരി സപ്പോർട്ടീവ് അല്ല. പക്ഷേ ഈ ശനി മതിയല്ലോ. അതെ, അയാൾക്ക് ഭാഗ്യവും ഉണ്ട്. തന്നെയല്ല, ശനി വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരാളുടെ ചാർട്ടിൽ അയാൾക്ക് പല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ടും മറ്റ് പല കാര്യങ്ങളിലും മുന്നോട്ട് നയിക്കും. കർമ്മരംഗത്തുമൊക്കെ ആൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും. ഈ ലഗ്നത്തിലെ വ്യാഴം ഒരു ഗുരുസ്ഥാനം ഉണ്ട് കേട്ടോ. ടെൻത്ത് ഹൗസ് ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നതും വ്യാഴം തന്നെയാണ് ഹൗസ്. അതൊരു ഗുരുസ്ഥാനമുണ്ട്. എന്ത് തൊഴിൽ നിന്നാലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും ആ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചിലർക്ക് ചിലപ്പം ടീച്ചിങ് മേഖലകളിലായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ ഒരു ഗുരുസ്ഥാനം ഉള്ള ഉണ്ടാവും. പക്ഷേ എങ്കിലും സ്റ്റോണ് ബ്ലൂ സഫയറാണ് വരുന്നത്. അല്ല, ഇവിടെ സാറ് പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ധനുരാശിയാണെന്ന് വിചാരിച്ചിട്ട് ആൾക്ക് അവിടെ യെല്ലോ സഫയർ ഉപയോഗിക്കാൻ പറ്റില്ല. ആൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ഏറ്റവും ഗുണം ചെയ്യുന്നതും ബ്ലൂ സഫയർ ആണ്. അത് തന്നെ. അപ്പോൾ ഇതിനകത്ത് അതേസമയം ധനു ലഗ്നം വരുന്ന നേരെ തിരിഞ്ഞു, ഈ സ്റ്റോൺ മാറി. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇത് സ്ക്രൂട്ടിനി ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ചാർട്ടുകളും ഡിവിഷണൽ ചാർട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെല്ലാം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതികൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ ഈ പറയുന്ന ഒരു രത്നം നമ്മൾ ഒരു സജഷനിലേക്ക് അല്ലെങ്കിൽ ഒരു രത്നധാരണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ബ്ലൂ സഫയർ, ഇന്ദ്രനീലം കുറച്ച് അധികം ഉപയോഗിച്ചാലും കുഴപ്പമില്ലെന്ന്. ഒരുപാട് വേണമെന്നില്ല, ഒരു 4 to 5 ക്യാരറ്റ്സ് വരെയൊക്കെ ഉപയോഗിക്കാം. 5-6 വരെയൊക്കെ പോകാം. കാരണം ബാക്കി പ്ലാനറ്ററി പൊസിഷൻസ് ഒന്നും അത്രയും സപ്പോർട്ടീവ് അല്ല. മനസ്സിലായല്ലേ? വ്യാഴം ഒരു അനുകൂലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്, എന്നാലും അതിന് സ്റ്റോൺ വേണ്ട. അതേസമയം ഭാഗ്യം തരുന്ന ഗ്രഹവും നന്നായിട്ട് നിൽക്കുന്നു, അതിൻ്റെ സ്റ്റോൺ മാക്സിമം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ യെല്ലോ സഫയറിൻ്റെ ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ ബ്ലൂ സഫയറിൻ്റെയും പ്രത്യേകതകൾ. ബ്ലൂ സഫയറും ശ്രീലങ്കൻ നിന്ന് വരുന്നുണ്ട്, ബാങ്കോക്കിൽ നിന്ന് വരുന്നുണ്ട്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ മൈനികളിൽ നിന്ന് വരുന്ന ബ്ലൂ സഫയറുകളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ശ്രീലങ്കൻ സഫയറിനാണ് വളരെ പെയിലാണ്, പെയിൽ ബ്ലൂ ആണ്, റോബിൻ ബ്ലൂ എന്ന് വേണേൽ പറയാം. റോബിൻ ബ്ലൂ ഭംഗിയുണ്ട്, അതിന് വിലയും കൂടുതലാണ്. പിന്നെ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന ഇന്ദ്രനീലം മുഴുവൻ ബാങ്കോക്കിൽ നിന്ന് വരുന്ന സഫയറുകളാണ്. തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ബാങ്കോക്കിൽ മെയിനുണ്ട്. ബാങ്കോക്കിൽ ഇതിൻ്റെ വലിയ ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബാങ്കോക്ക് സഫയർ നമുക്ക് യൂസ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു കളറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക്. അതിനകത്ത് ആ ടൈറ്റാനിയം എന്ന് പറയുന്ന ഇത് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണ് ടൈറ്റാനിയം ഇതിന് കളർ കൊടുക്കുന്നത് ഘടകം. മറ്റേ ശ്രീലങ്കൻ സഫയർ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ്. സിൽവറിലോ വൈറ്റ് ഗോൾഡിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ഭംഗിയാണ്. ലെസ്റ്റർ കൂടുതലാണ്, മറ്റേത് ലെസ്റ്റർ കുറവാണ്. അപ്പോൾ ഇത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. ഈ വ്യക്തിക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അതായത് ദശാകാലങ്ങളനുസരിച്ച് ഒന്നും കല്ല് മാറാനേ ചർച്ച ചെയ്തില്ലല്ലോ ഇതിന്. ഈ ചാർട്ട് മാത്രം നമ്മൾ നോക്കിയിട്ടുള്ളൂ. ദശാകാലം വേണമെങ്കിൽ വീണ്ടും നോക്കാം, ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് ദശാകാലമാണെങ്കിലും ഇയാൾക്ക് ഈ സഫയർ ചേരത്തുള്ളൂ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പോയിന്റ് അതാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സാറേ എൻ്റെ ഇപ്പം എനിക്ക് ആദ്യത്തെ ദശയാണെന്ന് അതിൻ്റെ സ്റ്റോൺ ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദശയിൽ 6th ഹൗസിലാണ് നിൽക്കുന്നത്, വളരെ റോങ് സൈഡിലാണ് നിൽക്കുന്നത്. അത് സ്റ്റൊമക്ക് ഏരിയയിലാണ് നിൽക്കുന്നത്, വയറിന് പ്രശ്നങ്ങൾ. പിന്നെ 6th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടും പറ്റിയല്ല. 6th 8th 12th ഹൗസിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 90%, 10% എല്ലാത്തിനും ഒരു എക്സംഷൻ ഉണ്ട്. കാരണം ആ ചാർട്ട് നമ്മൾ പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എക്സംഷൻ എന്ന് പറയുന്നത്. പരിശോധിച്ചതിന് നോക്കിയതിന് ശേഷം ഇപ്പോൾ 8th ഹൗസിൽ പ്ലാനറ്റ് 8th ഹൗസിൽ തന്നെ നിൽക്കുന്നു, അതിൻ്റെ പീരീഡും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ചില സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. ഇത് ബ്ലൂ സഫയർ ആണ്. അത് നമുക്ക് നല്ല ക്യാരറ്റ് ഒരു 5 ക്യാരറ്റ്സ് പ്ലസ് വരെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മൾ രാശി മാത്രം, ധനുരാശി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കല്ലിലേക്ക് പോകാതെ ആളുടെ ആ ഒരു ചാർട്ടുകൾ, ഡിവിഷണൽ ചാർട്ടുകൾ വരെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു ദശാകാലങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നും കൂടെ മനസ്സിലാക്കണം.
അത് കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങളാണത്. ദശാകാലങ്ങൾ വന്നു, ഇനി അടുത്ത ദശാകാലത്തേക്ക് കടക്കുമ്പോൾ ഞാൻ കല്ല് മാറണോ? അപ്പം നമ്മൾ എത്ര കല്ല് മാറേണ്ടി വരും ലൈഫിൽ എത്ര കല്ലുകൾ നമ്മൾ മാറി ധരിക്കേണ്ടി വരും? അത് ശരിയായ ഒരു ഇതാണോ? എപ്പോഴും ഞാൻ എന്നും പറയുന്ന പോലെ എപ്പോഴും നമ്മൾ സ്റ്റോൺസ് എപ്പോഴും ആ പർട്ടിക്കുലർ പ്ലാനറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. ആക്ടിവേഷൻ മാത്രമാണ് രത്നങ്ങൾക്ക് രത്നങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ധനുരാശിനെക്കുറിച്ചും അല്ലെങ്കിൽ ധനുലഗ്നത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ വിവരങ്ങളും അതിൻ്റെ രത്നങ്ങളെക്കുറിച്ചും നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. അതൊരു അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു എപ്പിസോഡിൽ. നമസ്കാരം.